ഏർലിയർ തന്നെ ഐസ്ബർഗ് എന്ന് പറയുന്നൊരു ഫെസിലിറ്റി തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ വീണ്ടും അതിനെ പരിഷ്കരിച്ചിട്ട് ഐസ്ബർഗ് പ്ലസ് എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. ഐസ്ബർഗ് പ്ലസിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ, ഒരു എന്താ പറയുക, നമ്മൾ പ്രീവിയസ്ലി ഐസ്ബർഗ് ഓർഡർ എങ്ങനെ എക്സിക്യൂട്ട് ആയിരുന്നു എന്ന് വെച്ചാൽ ക്യൂയിങ് സിസ്റ്റം ആയിരുന്നു. നമ്മൾ ക്വാണ്ടിറ്റീസ് എൻ്റർ ചെയ്തിട്ട് നമ്മൾ ഐസ്ബർഗ് സ്പ്ലിറ്റ് നമ്മുടെ എത്ര ലെഗ് വെച്ചിട്ട് ഇപ്പോൾ 10 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ 25 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ 5 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് ഓർഡർ പോകണം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അത് ഓർഡർ എക്സിക്യൂഷൻ എങ്ങനെ നടക്കുക, 1/1 1 2 3 4 5 എന്നുള്ള 1/1 ആയിട്ടായിരുന്നു എക്സ്ചേഞ്ചിലേക്ക് ആ ഓർഡർ പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ സൈമൾട്ടേനിയസ്ലി തന്നെ എത്ര ലെഗ് നിങ്ങൾ കൊടുത്താലും അത്രയും ലെഗ് ഒരുമിച്ച് തന്നെയാണ് മാർക്കറ്റിലേക്ക് പുഷ് ചെയ്യുന്നത്. ഡിഫറെൻറ്റ് സ്ലൈസസ് ആയിട്ട് അതിനെ പുഷ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ഗുണം എന്തായിരുന്നു വെച്ചാൽ, ഏർലിയറിൽ ഈ ഐസ്ബർഗ് എന്ന് പറയുന്ന സിസ്റ്റം ദൻ ഫോളോ ചെയ്തിരുന്ന സമയത്ത് ഒരു ഓർഡർ കംപ്ലീറ്റ് ആയിട്ട് എക്സിക്യൂട്ട് ആയിട്ട് വരാൻ ഏതാണ്ട് 6 സെക്കൻഡോളം എടുത്തു. അപ്പോഴും 6 സെക്കൻഡ്സേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോഴത്തെ ഐസ്ബർഗ് പ്ലസ് വന്നതോടുകൂടി അത് 60 മില്ലി സെക്കൻഡ്സ് അല്ലെങ്കിൽ 600 മില്ലി സെക്കൻഡ് 60 മില്ലി സെക്കൻഡ്സ് ആയിട്ട് അത് കുറഞ്ഞു എന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ എത്ര ഫാസ്റ്റാണ്, 1 സെക്കൻഡിനും താഴെയാണ് എന്താ പറയുക ഈ പറയുന്ന എത്ര ലെഗ്സ് നിങ്ങൾ 100 ലെഗ്സ് എടുത്താലും 100 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്താൽ പോലും നിങ്ങൾക്ക് 1 സെക്കൻഡിനും താഴെയുള്ള ടൈമിൽ അത്രയും ഓർഡേഴ്സ് എക്സിക്യൂട്ട് ആയി എന്നുള്ളതിൻ്റെ ഒരു എന്താ പറയുക ടെക്നിക്കലി പ്രോവൺ ആക്കിയിട്ടുണ്ട് ദൻ എന്നുള്ളത്. സോ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ഐസ്ബർഗ് പ്ലസിനെ പറ്റി മനസ്സിലാക്കുക. Investments in the securities market are subject to market risk. Read all the related documents carefully before investing.